എല്ലാവർക്കും വണക്കം. വരയർപ്പാടം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന അല്ലെങ്കിൽ നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒരു പേരാണ് ദ്രാവിഡ അല്ലെങ്കിൽ ദ്രവീഡിയൻ. ആരാണ് ഈ ദ്രാവിഡർ? ഗോത്രവർഗ സമൂഹത്തിൻ്റെ ആചാരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആ വാക്ക് കേൾക്കാൻ ഇടയാവുന്നത്. ഉദാഹരണത്തിന് മലനടകളിലൊക്കെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പ്രധാന ആചാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുമ്പോൾ വാർത്തകളിലും മറ്റും യൂട്യൂബുകളിലൊക്കെ തന്നെ മലനടകളിൽ ഗോത്രവർഗത്തിൻ്റെ ആചാരങ്ങൾ എന്നല്ല പറഞ്ഞു കേൾക്കുന്നത്, മറിച്ച് ദ്രാവിഡ ആചാരങ്ങൾ എന്നാണ് പറയുന്നത്. ദ്രാവിഡ ആചാരപ്രകാരം മലനടകളിലെ ഇന്ന കർമ്മങ്ങൾ നടന്നു എന്നൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. കാലങ്ങളായി നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ദ്രവീഡിയൻ അല്ലെങ്കിൽ ദ്രാവിഡൻ എന്നാണ്. നമ്മുടെ കാലം പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ തരുന്ന ഒരു വലിയ ഉത്തരമാണ് നമ്മൾ ദ്രാവിഡരാണ്. ആര്യൻ വാസ് ദ്രാവിഡർ. ഇവർ തങ്ങളിലുള്ള ഫൈറ്റാണ് കാലങ്ങളായി ഇന്ത്യയിൽ നടന്നു വരുന്നത്. ശരിക്കും ആരാണ് ദ്രാവിഡരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം തരാറില്ല. അതിനൊക്കെ തന്നെ നമ്മൾ ദ്രാവിഡരാണ്, അതാണ് എൻ്റെ ശരി എന്നുള്ള രീതിക്ക് അതിനെ പറഞ്ഞ് വയ്ക്കലാണ് പതിവ്. എന്നാൽ ശരിക്കും ദ്രാവിഡരാണ് എന്നുള്ളതാണ് ഈ ടോപ്പിക്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസം നേടിയവർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയ പല മേഖലകളിൽ നിൽക്കുന്നവർ നമ്മളടക്കം ദ്രാവിഡരാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതിൻ്റെ ചരിത്രവശം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നത്. യഥാർത്ഥമായി ദ്രാവിഡൻ എന്നല്ലെങ്കിൽ ദ്രാവിഡ എന്ന വാക്ക് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ഒരു സംസ്കൃത ചൊല്ലാണ് ദ്രാവിഡൻ എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയായിക്കൊണ്ട് ആര്യ സമൂഹമോ അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹങ്ങളോ തമിഴർ എന്ന് പറയുന്ന വാക്ക് സംസ്കൃതത്തിലേക്ക് മാറ്റുമ്പോൾ തമിഴരെ ദ്രാവിഡർ എന്നാണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും സംസ്കൃതത്തിൽ ആണ് ദ്രാവിഡർ എന്നുള്ള പദം നിലനിൽക്കുന്നത്. ഈ പദം ആദ്യമായിട്ട് ഇവിടെ കേൾക്കുന്നത് റോബർട്ട് കാൾഡ്വെൽ എന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ നിന്നാണ്. ആരാണ് റോബർട്ട് കാൾഡ്വെൽ? അതൊരു അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ആരായിരുന്നു, എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ദ്രാവിഡൻ എന്ന പദം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമതായി നിൽക്കുന്നത് ദ്രാവിഡ ആചാരത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില കോമാളിത്തരങ്ങൾ. തുടർച്ചയായി ആചാരങ്ങളും അതുപോലെ തന്നെ അവരുടെ ആരാധന കുറവർ സമൂഹമാണ് നടത്തിപ്പോരുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാതെയും അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെയും ആര്യ കൾച്ചറായിട്ടുള്ള ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്തുടരുന്ന രീതിയിലാണ് ഇന്നത്തെ കാലത്ത്
കുറവരുടെ ആരാധന ആചാര രീതികളൊക്കെ തന്നെ. ദ്രാവിഡർ എന്ന് വെച്ചാൽ എന്താണ്? ദ്രാവിഡർ എന്ന് പറയുന്ന വാക്കിനെ ആരെ കുറിക്കുന്നതാണ് എന്നൊന്നും തന്നെ നോക്കാതെ കുറവർ വിഡ്ഢികളെ പോലെ വീണ്ടും വീണ്ടും കടന്നു വരുന്ന ഓരോ ജനറേഷനെ അവരുടെ അപ്പോഴത്തെ ഐഡിയ അനുസരിച്ച് ഓരോരുത്തരെയും അതിനെ പിന്തുടർച്ചയായി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും കാലങ്ങളായിട്ടും ദ്രാവിഡരായിരുന്നു, ദ്രാവിഡരെന്ന് പറയുന്ന ഒരു നാടോ അല്ലെങ്കിൽ ദ്രാവിഡരെന്ന് പറയുന്ന ഒരു ഭാഷയെക്കുറിച്ചോ കുറവർ സമൂഹത്തിൻ്റെ ഇടയിൽ അറിവുള്ള ഒരാളും ഇന്നേ വരെ അതിനെ പങ്കുവച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അത് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറവരുടെ ഇടയിൽ തന്നെ ആചാരങ്ങളുടെ പേരിൽ പല തരത്തിലുള്ള കോമാളിത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്ന ആരാധനാ രീതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ കോമാളിത്തരങ്ങളാണ് ഇവിടുത്തെ മറ്റ് സമൂഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കാവ് ആരാധന എന്നത് കുറവരുടെ അല്ലെങ്കിൽ ഒരു ഗോത്ര ജനസമൂഹത്തിൻ്റെ ആരാധനാ രീതിയാണ്. ഇന്ന് മറ്റ് സമൂഹങ്ങൾക്കും കാവാരാധനാ രീതികളുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാവും ആരാധനാ രീതികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാവിൽ കൂടുതലും ആയില്യം നാളിൽ നാഗരാജാവിനെ 100 പാല് കൂട്ടുന്ന ഒരു ചടങ്ങാണ് കാലങ്ങളായി കണ്ടുവരുന്നത്. എന്താണ് നാഗരാജാവ് അല്ലെങ്കിൽ നാഗങ്ങളുമായിട്ട് ഈ കാവാരാധന ഇന്ന് നടത്തുന്ന മറ്റ് സമൂഹങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോമാളിത്തരമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, കാവിലെ നാഗരാജാവെന്ന് പേരിൽ പാമ്പിനെ ഊട്ടുന്ന, കളം വരച്ച് പാമ്പിനെ ഊട്ടുന്ന ഒരു രീതി, സർപ്പദോഷം തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ. അത് നാളും പേരും പറഞ്ഞ് ആ ചടങ്ങുകൾ നമുക്ക് അത് പാട്ടിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന നക്ഷത്രത്തിൽ പിറന്ന ഇന്ന ആളുടെ സർപ്പദോഷങ്ങൾ തീരണം എന്ന് പറയുന്നതൊക്കെ ഇത് ആരോടാണ് പറയുന്നത്? ആരുടെ ഇത് പറയുന്നത്? കാരണം പാമ്പുകൾക്കിത് ഇതെന്താണ് പറയുന്നതെന്നറിയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് പാമ്പുകൾക്ക് മലയാളം അറിയില്ല. ഒന്നാമതെന്ന് പറയുന്ന പാമ്പുകൾക്ക് കേൾക്കാനുള്ള ശേഷിയില്ല. ഒന്നാമതെന്ന് പറയുന്നത് സർപ്പങ്ങൾക്ക് കേൾവി ശേഷിയില്ല എന്നുള്ളതാണ്. 2, ഈ പറയുന്ന ഭാഷ അതിനറിയില്ല. പിന്നെ അതെങ്ങനെയാണ് പാമ്പ് കേട്ട് ആ ദോഷങ്ങൾ തീർക്കുന്നത്? അതായത് പാമ്പുകളുടെ രാജാവായിട്ടുള്ള ആളെങ്ങനെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ തീർക്കുന്നതെന്ന് ഇന്ന് വിദ്യാസമ്പന്നരാണ്, നമ്മൾ പറയുന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പന്നരാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഒക്കെ തന്നെ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ കോമഡിയാണ്. അതുപോലെ തന്നെ മറ്റു ചില വിഡ്ഢിത്തരങ്ങളോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയില്യം നാളിലെ കാവിലെ ഇവരുടെ ഏറ്റവും ഭയങ്കര പൂജയും കർമ്മങ്ങളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ പാമ്പിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ദൈവതുല്യമായ സ്നേഹമാണ് കാണിക്കുന്നത്. ഇവരുടെ ആരെങ്കിലും വീട്ടിൽ ഒരു ചേരയോ പാമ്പോ കയറി കഴിഞ്ഞാൽ അതിനെ അപ്പോഴേ തല്ലിക്കൊല്ലുകയാണ് പതിവ്. അല്ലെങ്കിൽ അതിനെ കൊല്ലിക്കും, അല്ലെങ്കിൽ വാവാ സുരേഷിനെ കൊണ്ട് പിടിപ്പിക്കും. അപ്പോഴേ അവർക്ക് 100 പാലും കൊടുക്കണ്ട, അതിനെ കണ്ട് തൊഴുവണ്ട, അത്ര രീതിയാണ്. ഇതില്ല ഉറുമ്പിനെ കൊല്ലുന്നതിന് വേണ്ടി ഉറുമ്പ് ഓടിയിടുന്നത് പോലെയാണ് ഇവരുടെ ചില രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാവിൽ ഒരു സർപ്പത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വയ്ക്കും, അടിയിൽ നാഗരാജാവെന്ന് എഴുതി വയ്ക്കും, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വാരി കൊണ്ടുവരും.
എന്തിനാണ് ഈ മഞ്ഞപ്പൊടി ഇടുന്നത്? സാധാരണ നമ്മൾ ഈ പുറ്റുകളിലൊക്കെ തന്നെ മഞ്ഞപ്പൊടിയും പാലും കൊണ്ടൊഴിക്കുന്ന നമ്മുടെയൊക്കെ പൂർവികർ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം. ഈ പുറ്റിനകത്ത് പാലും മഞ്ഞപ്പൊടി ഇടുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പാമ്പിൻ്റെ ഇനപ്പെരുക്കം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ മഞ്ഞപ്പൊടി പാലും അതിന് ഭയങ്കര ദോഷമാണ്. അതുപോലെ പാലും പുറ്റിലൊഴിച്ച് കഴിഞ്ഞാൽ പാമ്പ് മുട്ടയിടാൻ സാധിക്കില്ല. പുറ്റിനകത്തിരുന്ന് മുട്ടയിടില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ഇനപ്പെരുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പാമ്പിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് ഒരുപാടായി കഴിഞ്ഞാൽ മനുഷ്യന് അത് ആപത്താണ് എന്നുള്ളത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് പാലും മഞ്ഞപ്പൊടിയും കൊണ്ട് പുറ്റുകളിൽ ഇടുന്നത് സാധാരണ. അങ്ങനെയാണ് അതിൻ്റെ അറിവ് വരുന്നത്. പൂർവികർ പണ്ടേ അത് ചെയ്തിരുന്ന കാര്യമാണ്. കാരണം ഒരുപാട് പാമ്പുള്ള സ്ഥലങ്ങളിൽ പുറ്റുകളിലേക്ക് പാലും ഇതുകൊണ്ട് ഒഴിക്കാറുണ്ട്. അപ്പോൾ മുട്ടയിടുന്നതാണെങ്കിൽ അവിടെ നിന്ന് അത് പോകും എന്നുള്ളതാണ്. അതിനകത്തൊരു വിഷമായിട്ടാണ് മഞ്ഞപ്പൊടിയിൽ മഞ്ഞപ്പൊടിയും പാലും ഇടുന്നതും ഒഴിക്കുന്നതൊക്കെ. ഇത് നേരെ ഓപ്പോസിറ്റ് സംവിധാനം വെച്ചാണ്. പാമ്പിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് കാവുകളിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹം ചെയ്തു വരുന്നത്. അത് കണ്ട് കുറവർ സമൂഹം അതിനെ പിന്തുടർന്നുകൊണ്ട് പോകുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വിഡ്ഢികളാണെന്ന് പറഞ്ഞത്. കുറവർ സമൂഹത്തിൻ്റെ പൂർവികർ പിന്തുടർന്നു വന്നെന്ന് പറയുന്നത് പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന അറവാഴി സംവിധാനമാണ്. അറവാഴി എന്ന് വെച്ചാൽ ഉയർ സ്നേഹികളെന്നാണ്. ഉയരുകളെ സ്നേഹിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള ആചാര രീതികളാണ് കാവുകളിലൊക്കെ തന്നെ ഒരു ആരാധന രീതിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാവുകളിലൊക്കെ എന്താണ് കാണുന്നത്? ഭയങ്കര വെടിക്കെട്ട് കമ്പങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നേരെ വിപരീതമായിട്ടുള്ള പ്രകൃതി ആരാധനയ്ക്ക് വളരെ വിപരീതമായി നടത്തുന്ന ആരാധന രീതികളാണ് കമ്പങ്ങൾ നടത്തുക. കമ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഒരു നായയുടെ, നമ്മൾ വളർത്തുന്ന ഒരു നായയുടെ നെഞ്ചിടിപ്പ് നമുക്കറിയാൻ പറ്റും. അത് വല്ല കട്ടിലിനടിയിലോ കസേരയ്ക്കടിയിലോ ബാത്റൂമിനകത്ത് പോയി ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ ഭയങ്കരമായി ഭയന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ദീപാവലി സമയത്താണ് നമുക്കത് കൂടുതലും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും ഇത്തരം ഒച്ചകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നായ്ക്കൾക്ക് പോലും ആ ഒരു നെഞ്ചിടിപ്പ് നമുക്കറിയാവുന്ന നമ്മൾ പ്രകൃതിയിലെ ഒരു കൂട്ടം ജീവജാലങ്ങൾ ഒന്നിച്ച് വസിക്കുന്ന ഉണക്കാവെന്ന് പറയുന്നു. പക്ഷികളും മറ്റ് പ്രാണികളും എല്ലാം തന്നെ ഉള്ള സ്ഥലത്താണ് ഈ വെടി ഒച്ച ഉണ്ടാക്കുന്നത്. അതിഭയങ്കരമായ വെടിയൊച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം നെഞ്ചിടിപ്പോടെ പറന്നു പോവുകയാണ് സാധാരണ ഇത് സംഭവിക്കുന്നത്. ഇതൊരു ഇങ്ങനെ നടത്തുന്നതിനെയാണ് ഇവിടുത്തെ ദൈവ ആചാര രീതികളെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ വലിയ കമ്പങ്ങൾ നടന്ന് ഈ പുറ്റിങ്ങിൽ തന്നെ എന്തുമാത്രം ആൾക്കാർ മരണപ്പെട്ടു. അതുപോലെ തന്നെ മലനടകളിലൊക്കെ തന്നെ ഭയങ്കരമായ കമ്പങ്ങൾ നടന്ന സ്ഥലവും അവിടെയും വലിയ വലിയ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ മലനടകളിലെ പൂർവിക ആരാധനകളായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ ആരാധന രീതി പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ അവരുടെ ആചാര രീതിയിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ കാവാരാധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നേരെ പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്തുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നവരായി കാണിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഹിന്ദു സമൂഹങ്ങൾ നടത്തുന്നത്. കുറവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അതിനെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് പോകുന്നവരായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഹിന്ദുത്വ സംസ്കാരങ്ങൾ ഏറ്റവും വലുതും കുറവർ സമൂഹം അതിൻ്റെ താഴെ നിൽക്കുന്ന ചെറുതുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഏതൊരു ഹിന്ദു ക്ഷേത്രങ്ങൾ ആയിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാവുകളിലായിരുന്നാലും കുറവരുടെ എന്തെങ്കിലും ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്. അത് കൃത്യമായി പഠിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് കാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. കാവ് എന്ന് പറയുന്ന വാക്ക് അത് ഏത് ഭാഷയിലുള്ളതാണെന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമാണ് അതിനെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒന്നത് ഇതറിയില്ല, കുറവർക്കും അറിയില്ല. കാവെന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ
കുറവരുടെ പൂർവികർ കാലകാലങ്ങളായി നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന ഒരു ആചാര ഇടം എന്നുള്ളതല്ലാതെ ഒരിക്കലും കുറവർക്ക് പോലും അറിയില്ല കാവ് എന്ന് പറയുന്ന ഇന്ന് കർമ്മങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇന്നത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ ആചാരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചടങ്ങുകളിൽ പോലും ഇരിക്കുന്ന കുറവർക്ക് പോലും അറിയില്ല കാവ് എന്ന് പറയുന്ന ആ വേട് അല്ലെങ്കിൽ ആ വാക്ക് ഏത് ഭാഷയിലുള്ളതാണ്, അത് എന്താണ് അർത്ഥമാക്കുന്നത്. കാവ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കും നമ്മുടെ പൂർവികർ കാവ് എന്ന് പറയുന്ന ആ സ്ഥലത്തിലേക്ക് ആചാരങ്ങൾ കൊണ്ടെത്തിക്കാൻ ഒരു വലിയ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് കാവ് പോലുള്ള സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ എന്താണ് നടക്കേണ്ടത്, എന്താണ് നടത്തേണ്ടതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റൂ. ഇതൊന്നും തിരിച്ചറിയാത്ത ഇന്നത്തെ കുറവരും അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങൾ. കാരണം പണ്ട് കാലം മുതലേ ഇവിടുത്തെ ആചാര അനുഷ്ഠാന രീതികളൊക്കെ തന്നെ ചെയ്തു വരുന്നത് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഗോത്ര സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ. അവരാണ് നമ്മുടെ പൂർവികമായി കൊണ്ട കാവാരാധനയും അതുപോലെ തന്നെ അവരുടെ മണ്ണാരാധനയും ഒക്കെ തന്നെ പൂർവിക ആരാധനയൊക്കെ തന്നെ നടത്തിക്കൊണ്ട് വരുന്നത്. കാരണം പ്രകൃതി ആരാധന തുടങ്ങിയ ആരാധനകളൊക്കെ തന്നെ ഗോത്രജന സമൂഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാണ് ഇവിടുത്തെ മറ്റ് സമൂഹങ്ങൾ കാവാരാധനയിലേക്ക് കൈകടത്തിയിരിക്കുന്നത്. അവിടെ നടത്തുന്ന ഭാഗവത പാരായണങ്ങൾ ഒക്കെ തന്നെ സാധാരണ നമ്മൾ നാഗത്തിനെ ആണല്ലോ അവരുടെ ഒരു ആചാരമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നാഗത്തിനെ കുറിച്ചുള്ള പാരായണങ്ങളാണ് അവിടെ നടക്കേണ്ടത്. അവിടെ നടക്കുന്നത് ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ ഈ നാഗവും ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് കാവിൽ നടക്കുന്നത്. അവരെ ഏത് ആചാരമാണോ എടുത്തിരിക്കുന്നത് അത് അവിടെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും കാവിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ കാവ് ഏറ്റെടുത്താൽ പോലും ശരിക്കും അവിടെ കാവിൽ ക്രിസ്ത്യൻസാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ കുരിശ് വരയ്ക്കുകയും മുസ്ലിംസ് ആണെങ്കിൽ നിസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഇതേ രീതിയിൽ തന്നെയാണ് ഹിന്ദുക്കളും ഈ കാവിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കാവ് എന്ന് പറയുന്ന വാക്ക് പോലും അറിയാതെ കാവ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് നമുക്കവിടെ നിന്ന് പഠിക്കാനുള്ളത്, ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആചാരം പോലും ചെയ്യുന്നത്. അവരെ അറിയുന്നതാണ് ദ്രവീഡിയൻ അല്ലെങ്കിൽ ദ്രാവിഡൻ. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരറിവില്ലാത്ത ജനത ഒരറിവുള്ളവരെ പോലെ ഭാവിച്ചുകൊണ്ട് ജനങ്ങളെ കടന്നു വരുന്ന അടുത്ത തലമുറകളെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മതനടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ഇന്നും നമ്മൾ എഴുതപ്പെടുന്നത് ദ്രാവിഡ ആചാരപ്രകാരമാണ്.